കശ്യപ പ്രജാപതിക്ക് ദിതി എന്ന ഭാര്യയിൽ ജനിച്ച മക്കളാണ് അസുരന്മാർ എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് അദിതിയിൽ പിറന്നവർ ദേവന്മാരും ദിതിയിൽ പിറന്നവർ തമോ ഗുണമുള്ള അസുരന്മാരുമായത്? ആ കഥ ശ്രവിക്കുക. ദേവമാതാവായ അദിതി സദാ കശ്യപ മഹർഷിയെ പൂജാതി കർമ്മങ്ങളിൽ സഹായിച്ചും പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടും ആശ്രമത്തിൽ കഴിഞ്ഞു. ഒരിക്കലും തൻ്റെ ഭർത്താവിനോട് പരാതിയോ പരിഭവങ്ങളോ അവൾ പറഞ്ഞില്ല. എന്നാൽ രണ്ടാമത്തെ ഭാര്യയായ ദിതിയാകട്ടെ എപ്പോഴും നിരാശയും പരാതിയുമായി കഴിഞ്ഞു. വിവാഹശേഷം കാലമിത്ര കഴിഞ്ഞിട്ടും മക്കളുണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാത്ത കോപം കൂടി ഉണ്ടായിരുന്നു. അതിഥി പൂജിക്കുന്നതും മന്ത്രങ്ങൾ ചൊല്ലുന്നതും കാണുന്നതേ ദിതിക്ക് വല്ലാത്ത വെറുപ്പാണ്. പൂജാപാത്രങ്ങൾ തട്ടിമറിക്കുക, നാമം ചൊല്ലുന്ന നേരത്ത് ബഹളം വെച്ച് പൂജ മുടക്കുക, ഇങ്ങനെ കോപത്തിൻ്റെയും വെറുപ്പിൻ്റെയും പര്യായമായി അവൾ മാറി. ഒരു ദിവസം ദിതി കശ്യപ മഹർഷിയുടെ അടുത്ത് ചെന്ന് ധ്യാനത്തിലിരിക്കുന്ന മുനിയെ ബലമായി തട്ടി ഉണർത്തി. എനിക്കിനി കാത്തിരിക്കുവാൻ വയ്യ, എനിക്ക് കുട്ടികൾ പിറക്കണം. അവൾ കോപത്തോടുകൂടി അലറി വിളിച്ചു. മുനി കണ്ണു തുറന്നു. പിറക്കും, ഈ നിമിഷം നിന്റെ ഉദരത്തിൽ ശിശുക്കൾ രൂപം കൊള്ളും. പക്ഷേ നിന്റെ സ്വഭാവ വിശേഷണങ്ങൾക്കനുസൃതമായി സ്വഭാവമുള്ള കുട്ടികളാണ് നിനക്കുണ്ടാവുക. തമോ ഗുണപ്രധാനികൾ, തിന്മയുടെ ഇരുളിൽ നടക്കുന്നവർ, കോപിഷ്ഠർ, വാശിക്കാർ, അഹങ്കാരികൾ, സ്വന്തം മക്കൾ ദുർവൃത്തരാകുന്നത് കണ്ട് കണ്ണീരൊഴുക്കുവാനേ നിനക്കുള്ള വിധി. രണ്ടു മക്കൾ, അവർ ശക്തരായിരിക്കും, പക്ഷേ അപമൃത്യുവാണ് ഫലം. രണ്ടു മക്കൾ നിനക്ക് ജനിക്കും, പക്ഷെ അവരെ കൊണ്ടൊരു ഉപകാരവും ദിതി നിനക്ക് ലഭിക്കില്ല. കാരണം നിന്റെ കോപത്തിനും നിന്റെ ഈ സംസ്കാരത്തിനും അനുസരിച്ച മക്കളാണ് നിനക്ക് ലഭിക്കുന്നത്. മാതാവിൻ്റെ സംസ്കാരമാണ് മക്കളുടെ ജന്മത്തിന് കാരണമെന്ന് നീ മനസ്സിലാക്കുക. അങ്ങനെ ദിതിക്ക് രണ്ട് മക്കൾ പിറന്നു. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിരുന്നു അവർ. ഇവർക്കൊരു ചരിത്രമുണ്ട്. ഈ രണ്ടുപേരും പൂർവജന്മത്തിൽ വൈകുണ്ഠത്തിലെ ദ്വാരകപാലകന്മാരായിരുന്നു. ഇവരുടെ പേര് ജയനും വിജയനും എന്നായിരുന്നു. ഒരിക്കൽ മഹാവിഷ്ണുവിനെ കാണാനെത്തിയ സനകാദി മുനിമാരെ തടഞ്ഞു നിർത്തി വളരെ അപമര്യാദയായി പെരുമാറി. മുനിമാർ കോപിഷ്ഠരായി രണ്ടുപേരെയും ശപിച്ചു. നിങ്ങൾ ഭൂമിയിൽ പോയിട്ട് രാക്ഷസന്മാരായി ജനിക്കുക. ഇതായിരുന്നു ശാപം. അങ്ങനെ ഇരുവരും ദിതിയുടെ പുത്രന്മാരായി പിറന്നു, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും.